Hi friends, welcome to Maths Cube. ഇന്നലെ നമ്മൾ അർദ്ധവൃത്തത്തിലെ അല്ലെങ്കിൽ സെമി സർക്കിളിലെ ആംഗിളിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു സർക്കിളിൽ എ ബി ഡയമീറ്റർ ആണെങ്കിൽ എയിൽ നിന്നും ബിയിൽ നിന്നും ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. if C is on the circle, C will be 90 degree. നേരെ തിരിച്ചു നമ്മൾ ഇന്നലെ പഠിച്ചു. C 90 ആണെങ്കിൽ this is diameter. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മളിനി ഇന്ന് പഠിക്കാനുള്ള പുതിയ ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും മാത്സ് ക്യൂബിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വൃത്തത്തിലാണ് കൂട്ടിമുട്ടുന്നതെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. എല്ലായ്പ്പോഴും 90 ഡിഗ്രി ആണോ അല്ലയോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊരു വൃത്തമുണ്ട്. വൃത്തത്തിൻ്റെ 2 എൻ പോയിന്റ്സ് തന്നിട്ടുണ്ട്, എയും ബിയുമാണ് എൻ പോയിന്റ്സ്. പക്ഷേ കൂട്ടിമുട്ടുന്നത് വൃത്തത്തിലല്ല. ഇറ്റ് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ, ഇറ്റ് ഈസ് നോട്ട് ഓൺ ദ സർക്കിൾ. സർക്കിളിലല്ല, അപ്പോൾ ഉള്ളിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് കണ്ടുപിടിക്കണം. ഇത് 90 ഡിഗ്രി ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ ലൈൻ ഇങ്ങോട്ട് നീട്ടുകയാണ്. ഈ ലൈൻ അല്പം നീട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തത് സി എന്ന് പറയുന്ന പോയിന്റ് നിൽക്കുന്നത് വൃത്തത്തിൻ്റെ ഉള്ളിലാണ്. ഇറ്റ് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തു, ഈ സി ഇങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോയി. ഇത് ചോദ്യത്തിലുള്ളതല്ല, നമ്മളുടെ സൗകര്യത്തിന് ചെയ്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡോട്ട് ഇട്ട് വരച്ചിട്ടുള്ളത്. ഇനി നോക്കുക, ഈ കോൺ എത്രയാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ സി ഡാഷ് ഈക്വൽ ടു 90 ഡിഗ്രി നമുക്കറിയാം, നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഇത് 90 ഡിഗ്രി ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിളാണ്. ഇത് 90 ഡിഗ്രി. ഈ ചോദ്യചിഹ്നമിട്ട ഭാഗത്തുള്ള കോണും ഈ സി ഡാഷ് എന്ന് പറയുന്ന കോണിനെയും ബന്ധപ്പെടുത്താൻ പറ്റിയ വല്ല നിയമവും ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. അതായത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഈ കോണും ദിസ് എക്സും ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും. അതായത് ഇതിനെ നമ്മൾ പുറംകോൺ എന്നാണ് പറയുക, ഔട്ടർ ആംഗിൾ. ഈ ഔട്ടർ ആംഗിളും ഈ രണ്ട് ഇൻറ്റീരിയർ ആംഗിൾസും കൂടി, ഫാർദസ്റ്റ് ഇൻറ്റീരിയർ ആംഗിൾ, തൊട്ടടുത്തുള്ള ഇൻറ്റീരിയർ ആംഗിൾ അല്ല, ദൂരെയുള്ള ഇൻറ്റീരിയർ ആംഗിളും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഔട്ടർ ആംഗിളാണ് കിട്ടുക. എക്സ് ഡിഗ്രി ഈക്വൽ ടു വൈ പ്ലസ് സെഡ് ആണ്. എക്സ് കിട്ടണമെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതും ഒരു രേഖീയ ജോഡിയാണ്, അല്ലെങ്കിൽ ലീനിയർ പെയർ. അപ്പോൾ അത് 180 മൈനസ് ചെയ്തായിരിക്കും ഇവിടെ കിട്ടുക. അത് തന്നെയാണ് ഇത് രണ്ടും കൂടെ കൂട്ടിയാലും കിട്ടുക. 180 നിന്ന് മൈനസ് ചെയ്തതാണ്. എക്സ് കിട്ടുക 180 നിന്ന് ഞാൻ ഈ റെഡിൽ മാർക്ക് ചെയ്ത കോൺ മൈനസ് ചെയ്തതാണ്. 180 നിന്ന് ഈ കോൺ മൈനസ് ചെയ്താൽ തന്നെയാണ് ഇത് രണ്ടും കിട്ടുക. കാരണം ഈ ത്രികോണം നോക്കുകയാണെങ്കിൽ 180 നിന്ന് ഈ കോൺ ഈ റെഡിൽ മാർക്ക് ചെയ്ത കോൺ മൈനസ് ചെയ്താൽ ഇത് രണ്ടും കിട്ടും. അപ്പോൾ 180 നിന്ന് ഇത് മൈനസ് ചെയ്താൽ ഇതും കിട്ടും. ചുരുക്കി പറഞ്ഞാൽ എക്സും വൈ പ്ലസ് സെഡും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തത് എക്സ് ആണ് എന്ന് വിചാരിച്ചോളൂ. ഇത് നമ്മൾ എക്സ് ആണെങ്കിൽ ഇതിന് നമ്മൾ വൈ എന്നും ഇതിന് സെഡ് എന്നും കൊടുത്താൽ നമുക്ക് എന്താണ് എഴുതാൻ പറ്റുക? എക്സ് ഈക്വൽ ടു വൈ പ്ലസ് സെഡ് എന്ന് എഴുതാം. ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്, ഇത് സെഡ് ആണ്. എക്സ് ഈക്വൽ ടു വൈ പ്ലസ് സെഡ് എന്ന് എഴുതാം. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഇത് കിട്ടും. ഇത് എത്രയാണ്? വൈ എന്ന് പറയുന്നത് ഇത് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ സി ഡാഷ് എന്ന് പറയുന്ന കോണാണ്. 90 പ്ലസ് സെഡ് ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് സെഡ് എന്ന് എത്രയായാലും ശരി, സെഡ് 1 ഡിഗ്രി ആണെങ്കിൽ പോലും എക്സ് കിട്ടുക 90ൻ്റെ മേലെയാണ് കിട്ടുക. എപ്പോഴും 90ൻ്റെ മേലെയാണ് കിട്ടുക. ഈ എക്സ് എന്ന് പറയുന്ന കോൺ എല്ലായ്പ്പോഴും എത്രയായിരിക്കും? 90ന് മുകളിലായിരിക്കും. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 90. അതായത് നമ്മുടെ ഈ കോൺ 90ൽ കൂടുതലായിരിക്കും. എങ്ങനെയാണെങ്കിൽ? കൂട്ടിമുട്ടുന്നത് വൃത്തത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ. ഇഫ് ദ മീറ്റിംഗ് പോയിന്റ് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലൊരു ഡയമീറ്റർ ഉണ്ട്. ഡയമീറ്ററിൻ്റെ എൻ പോയിന്റ്സ് നമ്മൾ ട്രയാങ്കിൾ ഉണ്ടാക്കുന്നു. അത് കൂട്ടിമുട്ടുന്നത് ഇൻസൈഡ് ദ സർക്കിൾ ആണെങ്കിൽ അതിൻ്റെ ആംഗിൾ ഓവർ 90 ഡിഗ്രി, 90 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ആംഗിളിന് നമ്മളൊരു പ്രത്യേക പേര് പറയും, ഒബ്റ്റ്യൂസ് ആംഗിൾ അല്ലെങ്കിൽ ബൃഹത് കോൺ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് റൈറ്റ് ആംഗിൾ ആയിരിക്കും, ഇവിടെ പക്ഷേ ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും അല്ലെങ്കിൽ ബൃഹത് കോൺ ആയിരിക്കും. ഇനി അടുത്തത്, അപ്പം നമ്മളിതിൽ മൂന്നാമത്തെ കേസിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വൃത്തത്തിൽ കൂട്ടിമുട്ടാം, വൃത്തത്തിൻ്റെ ഉള്ളിൽ കൂട്ടിമുട്ടാം, വൃത്തത്തിൻ്റെ പുറത്ത് കൂട്ടിമുട്ടാം. നമ്മൾ ഇനി മൂന്നാമത്തെ കാര്യമാണ് പറയുന്നത്. വൃത്തത്തിൻ്റെ പുറത്ത് കൂട്ടിമുട്ടിയാൽ എങ്ങനെയാണ് അതിൻ്റെ ആംഗിൾ വരിക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് കണ്ടുപിടിക്കാൻ വേണ്ടി
നേരത്തെ ചെയ്ത പോലെ വൃത്തത്തിലേക്ക് യോജിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ സി ഡാഷ് എന്ന് കൊടുക്കുന്നു. ഇനി ഇത് എക്സ് ഡിഗ്രിയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് എത്ര ഡിഗ്രിയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. ഈ കോൺ നമുക്കറിയാം വൃത്തത്തിലാണ് കൂട്ടിമുട്ടുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 90 ഡിഗ്രിയാണ്. ദിസ് ഈസ് 90. അങ്ങനെയാണെങ്കിൽ ഇതും എന്തായിരിക്കും? 90 ആയിരിക്കും. ബി സി ഡാഷ് സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. നമുക്കറിയാം ഇതൊരു ട്രയാങ്കിൾ ആണ്. ബി സി ഡാഷ് സി, ബി ത്രികോണം ബി സി സി ഡാഷ്, ഈ ഒരു ത്രികോണം മാത്രം നോക്കുക. ആ ത്രികോണത്തിലെ 3 കോണുകളാണ് 90 ഡിഗ്രി, എക്സ് ഡിഗ്രി, പിന്നെ ഇവിടെ വരാൻ പോകുന്ന ആംഗിൾ ബി. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഡാഷ് പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. 3ഉം കൂടെ കൂട്ടിയാൽ 180 വരിക. അതിൽ സി ഡാഷ് എന്ന് പറയുന്നത് 90. അപ്പോൾ 90 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. നമ്മളൊരു കാര്യം ചെയ്യുന്നു, 90 ഡിഗ്രി അപ്പുറം കൊണ്ടുപോകുന്നു. അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് 180 മൈനസ് 90 ആയിരിക്കും. 180 മൈനസ് 90 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബിയും സിയും കൂടെ കൂട്ടിയാൽ, ഈ ബിയും സിയും അതായത് എക്സ് ഡിഗ്രിയും ബിയും കൂടെ കൂട്ടിയാൽ മാത്രമേ 90 ഡിഗ്രി കിട്ടുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ അളവ് എന്തായിരിക്കും? 90 ആയിരിക്കും? ഒരിക്കലും ഇല്ല, 90ലും കുറവായിരിക്കും. അപ്പോൾ എക്സ് ഡിഗ്രി ഈസ് ലെസ് ദാൻ 90. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറയുന്നു, വൃത്തത്തിൻ്റെ പുറത്താണ് കൂട്ടിമുട്ടുന്നതെങ്കിൽ, അതായത് എ ബി എന്നുള്ള ഡയമീറ്റർ അതിൻ്റെ എൻ പോയിന്റ്സിൽ നിന്ന് ട്രയാങ്കിൾ വരക്കുന്നു. ആ ട്രയാങ്കിളിൻ്റെ മീറ്റ് ചെയ്യുന്നത് വൃത്തത്തിൻ്റെ പുറത്താണെങ്കിൽ ആംഗിൾ വിൽ ബി ലെസ് ദാൻ 90, 90ൽ കുറവായിരിക്കും. അതിന് നമ്മൾ ന്യൂനകോൺ എന്ന് പറയും. ന്യൂനകോൺ അല്ലെങ്കിൽ അക്യൂട്ട് ആംഗിൾ, ന്യൂനകോൺ അല്ലെങ്കിൽ അക്യൂട്ട് ആംഗിൾ എന്ന് പറയും. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. അതായത് എ ബി എന്ന് പറയുന്ന വ്യാസം, അതിൻ്റെ എൻ പോയിന്റ്സ് നമ്മൾ യോജിപ്പിക്കുകയാണ്. അപ്പോൾ സിയിലാണ് കൂട്ടിമുട്ടുന്നതെങ്കിൽ, വൃത്തത്തിലാണ് കൂട്ടിമുട്ടുന്നതെങ്കിൽ 90 ഡിഗ്രി, വൃത്തത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ എബവ് 90 ഡിഗ്രി, വൃത്തത്തിന് പുറത്താണെങ്കിൽ ബിലോ 90 ഡിഗ്രി, 90ൽ കുറവായിരിക്കും. ഈ 3 കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇനി ഇത് ഉപയോഗിച്ചുള്ള കണക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്.